അസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം കയറി കിടക്കുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പുറവശമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ റോഡുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിലൊരു കണ്ടമാണ്. വലിയ കണ്ടമാണ്, കാട്ടുകോണം പാടശേഖരം എന്നാണ് പറയുന്നത്. ആ പാടശേഖരത്തിൽ വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ആ കാണുന്ന റോഡാണ് കേട്ടോ. വൈശമ്പാകം പാലം, കഞ്ഞിപ്പാടം വൈശമ്പാകം പാലം, അതുപോലെ ചമ്പക്കുളം പാലം കയറി മങ്കൊമ്പ് കയറുന്ന റോഡിലോട്ട് പോണേ ആ റോഡിൻ്റെ അതാ കാണുന്നത്. അതൊരു വണ്ടിയൊക്കെ പോകുന്ന ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. വീഡിയോയിൽ കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഈ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞിട്ടേ എല്ലായിടത്തും, എല്ലാ വീടുകളിലും പറമ്പുകളിലും ഒക്കെ വെള്ളം കയറിയിരിക്കുക. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എല്ലാവരും പതുക്കെ വീട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി, ബന്ധു വീടുകളിലോട്ട് പോവുകയും അത് കണക്ക് വേറെ വീടുകൾ മാറി താമസിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെള്ളം അങ്ങ് കയറി എല്ലാ വീടുകളിലും വെള്ളം കയറി കിടക്കുക, പറമ്പിലും വീട്ടിലും ഒക്കെ വെള്ളം കയറി കിടക്കുക. ഇപ്പോൾ ഭയങ്കര ദുരിതമാണ് ഈ മഴ പെയ്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ദുരിതമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള കണ്ടമാണ് ഇത്. റോഡൊക്കെ കവിഞ്ഞ് ഞങ്ങളുടെ കണ്ടത്തിലോട്ടും ഒക്കെ വെള്ളം കയറാൻ തുടങ്ങി. ഇക്കണക്കിനാണ് ഞങ്ങളുടെ കണ്ടമൊക്കെ ഇപ്പം നിറയും. ഞങ്ങളുടെ കണ്ടമൊക്കെ മോട്ടർ നടത്തി വറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കൊന്നും വെള്ളം അറിയാത്തത്. എല്ലായിടത്തും കൃഷി കഴിഞ്ഞ് കണ്ടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പം നമുക്ക് മഴ പെയ്യുന്നൊരു പ്രതീക്ഷയേ ഇല്ലല്ലോ ആർക്കും. ഇത്രയും വെള്ളം വരുന്നൊരു പ്രതീക്ഷ ആർക്കും ഇല്ലാതായിപ്പോയി. അത് കാരണം ഞങ്ങളെല്ലാവരും വലിയ ദുരിതത്തിലാണ്. ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിലെ കാഴ്ചകളിലോട്ടൊന്ന് പോകാം. ഞങ്ങളുടെ കണ്ടം ഇതാണ്. ഞങ്ങളുടെയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആൾക്കാർ താമസിക്കുന്നതിൻ്റെ പുറകിലുള്ള പാടശേഖരം. അപ്പോൾ ഇവിടെ കണ്ടോ വലിയ വെള്ളമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ മോട്ടർ നടത്തി വറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് വലിയ വെള്ളമൊന്നും ഇല്ലാത്തത്. പക്ഷേ നമ്മളിപ്പോൾ കാണിച്ച് പാടശേഖരമില്ലേ, അതിൽ നിന്നുള്ള വെള്ളം ഇപ്പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ കണ്ടത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് ഈ വെള്ളം കയറുന്ന ലക്ഷണമാണ് ഈ കണക്കിന് പോയാൽ. ഇവിടെ നോക്കുമ്പോൾ കാണാവോ, അവിടെ നീല ഷീറ്റ് ഇട്ടത് ഞങ്ങളുടെ മോട്ടർ തറയാണ്. അതുപോലെ അവിടെ വെള്ള കാണുന്നുണ്ടോ, വെള്ള ഒരു വീടിൻ്റെ ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ, അത് നമ്മുടെ വീടാണ്. ഇവിടുന്ന് അങ്ങോട്ട് വീടുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഇവിടുന്ന് വെള്ളം കയറുന്നതൊക്കെ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ, വെള്ളം കയറി കിടക്കുന്ന വീടുകളും ഒക്കെ. ഞങ്ങൾക്കൊന്ന് ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. അതിനുവേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ വെള്ളമൊക്കെ ശരിക്കും കാണുന്നത് തന്നെ. മഴയെ കാരണം വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ. ഒരുതപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിനകത്തായി കഴിഞ്ഞ് എല്ലാ വീടുകളും സ്ഥലങ്ങളും എല്ലാം വെള്ളത്തിനകത്തായിരിക്കുക. ഞാൻ ഈ കാഴ്ചകളിൽ കൂടെ കുറച്ച് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ഞാൻ വണ്ടി ഓടിക്കുന്നിടയ്ക്കാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കണ്ടോ, നോക്കത്താ ദൂരത്തോളം അങ്ങ് വെള്ളം കിടക്കുക. ഭയങ്കര കാറ്റുമുണ്ട്, അതാണ് ഭയങ്കര സൗണ്ട്. കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സൗണ്ടായിട്ട് തോന്നുന്നത്. ഉള്ളിലോട്ട് കയറിയൊക്കെ വീടുകളിലൊക്കെ ശരിക്കും വെള്ളം കയറിയിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോവുകയോ എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ റോഡ് സൈഡ് വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഈ വീടൊക്കെ കണ്ടോ, മുഴുവൻ വെള്ളം ചുറ്റിയിരിക്കുവാണേ. അത് ഫ്രണ്ടിലോട്ട് വരുമ്പം വെള്ളം കുറവാണെന്നേ ഉള്ളൂ, ബാക്കിലോട്ടൊക്കെ ചെല്ലുന്തോറും വെള്ളം ഭയങ്കരമായിട്ട് കൂടുതലാണ്. പട്ടിയൊക്കെ വളർത്തിയിരിക്കുന്നതിനൊക്കെ പിടിച്ച് മേളിൽ തട്ടടിച്ച് കെട്ടിയിരിക്കുക. മുട്ടറ്റം വെള്ളമുണ്ട് ആ വീട്ടിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ചൂട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ മഴ വന്നു കഴിയുമ്പോൾ മഴയുടെ ദുരിതമാകുമ്പം അത് വേറെ. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണ് കണ്ടോ, അവരൊക്കെ ഈ വെള്ളത്തിലിറങ്ങി കളിക്കുകയും വെള്ളത്തിലിറങ്ങി കളിച്ചാൽ എന്തൊക്കെ പകർച്ചവ്യാധികളാണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, ഇപ്പം വെള്ളം ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചില്ല എന്താ അപകടം ഉണ്ടാവും എന്നൊക്കെ പറയാനും പറ്റത്തില്ല. കാറ്റടിച്ച് മോത ഭയങ്കരമാണ്, കാറ്റുമുണ്ട് ഭയങ്കര മോതയുണ്ട്. ഞങ്ങൾ
ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളായിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട പാടശേഖരമാണ്, വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. അതുവഴി വെള്ളം ഈ പറമ്പിൽ കൂടെ കയറി ഇത് കണ്ടോ നമ്മുടെ കണ്ടത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് റോഡാണ്. ഇത് റോഡ് കവിഞ്ഞ് അപ്പുറത്തോട്ട് വെള്ളം നല്ല ഇതിലിറങ്ങും, നല്ല സ്പീഡിലിറങ്ങുന്നത് കണ്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ടോന്ന് അറിയും, അപ്പോൾ നമുക്കും വെള്ളം കയറുന്ന ലക്ഷണമാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, കണ്ടമൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വെള്ളം പൊങ്ങും. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, കാണിക്കാമേ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ പറമ്പിലൊക്കെ വെള്ളം കയറിയിരിക്കുക. ഇവിടെയൊക്കെ പറമ്പിനൊക്കെ ഭയങ്കര പൊക്കമുള്ള പറമ്പുകളാണ്, എന്നിട്ട് പോലും വെള്ളം നിറഞ്ഞു. ഇതേ മീനൊക്കെ ചാടുന്നത് കണ്ടോ, പള്ളത്തിയാട്ടോ. കാര്യം പറയാതെ വയ്യ കേട്ടോ. എനിക്കിപ്പോഴും ഈ വെള്ളമൊക്കെ പൊങ്ങി ഇങ്ങനെ നടക്കുമ്പോഴേ അതിനകത്തോടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിലിങ്ങനെ കളിച്ച് പണ്ടത്തെ ആ ഓർമ്മയാണ്. മഴയൊക്കെ പെയ്യുമ്പം വെള്ളത്തിൽ കളിച്ച് നമ്മൾ തോർത്തൊക്കെ എടുത്ത് മീനൊക്കെ പിടിച്ച് നടക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത്രയും വലുതായ സ്ഥിതിക്ക്, ഇത്രയും വലുതല്ല, ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കാൻ പറ്റുമോ? ആൾക്കാരെന്ത് പറയും? അത് പേടിച്ചിട്ട് മാത്രമായിട്ടോ വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ. ഇത് കണ്ട് എന്ത് രസമാണ്. ഇവിടെ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊച്ചുകുട്ടി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലില്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ മഴയൊക്കെ ഇറങ്ങി കളിക്കാനും മഴവെള്ളത്തിൽ ഇങ്ങനെ കളിവഞ്ചി ഇറക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടി എല്ലാവരുടെയും മനസ്സിൽ കാണും, ഇതിലൊരു സംശയമില്ല. ആ കൂട്ടത്തിൽ പെട്ടതാട്ടോ ഞാനും. ഈ വെള്ളം എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമുണ്ട് വെള്ളം കാണുമ്പോൾ. എന്നാലും ശരി, വെള്ളം കൊണ്ടുള്ള ദുരിതവും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് കണ്ടോ, ഇത് നമ്മൾ റോഡിലോട്ട് വെള്ളം കയറിയിരിക്കുവാണ്. ടാറിട്ട റോഡിലോട്ട് വെള്ളം കയറിയിരിക്കുക. ഇത് ഈ കാണുന്ന പൊങ്ങിയിരിക്കുന്നതൊക്കെ കൽക്കട്ട് കെട്ടിയിരിക്കുന്നതിൻ്റെയാണ്. അവിടെ എല്ലാം കവിഞ്ഞ് ഇപ്പുറത്തോട്ട് വെള്ളം കയറി അത് മറ്റേ പറമ്പിലോട്ടും ഒക്കെ കയറി അതിൻ്റെ അപ്പുറത്ത് കണ്ടവാണ്, അങ്ങോട്ടും എല്ലാം കയറി ഇരിക്കുക. മൊത്തം വെള്ളം കയറിയിരിക്കുക ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഈ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ഞങ്ങളുടെ സ്ഥലം ഏതാണെന്ന് അറിയാമല്ലോ അല്ലേ? ആലപ്പുഴ കഞ്ഞിപ്പാടം. അമ്പലപ്പുഴയ്ക്ക് 3.5 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ വെള്ളം കയറി ഇരിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇത്രയും നാളായിട്ട് നട്ട് നനച്ച് കൊണ്ടുവന്ന എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 18-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലാവരും എല്ലാം ഒന്ന് നട്ട് നനച്ച് എല്ലാം ഒന്ന് വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. ചെടികളാണേലും ഫലവൃക്ഷങ്ങളാണേലും എല്ലാം നശിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഒരു ഷെഡ് പോലെ കെട്ടിയിരുന്ന സ്ഥലത്ത് ഈ വെള്ളം കയറിയിരിക്കുന്നത്. ആ സാധനങ്ങളെല്ലാം അവർ പെറുക്കി മാറ്റിയെല്ലാം എടുത്തു വെച്ചിരിക്കുക. അവിടെ പപ്പരയും എല്ലാം, പേര, പപ്പര, പ്ലാവ്, വാഴ, സകലമാന സസ്യജാലങ്ങളും നശിച്ചു പോകും. ഇത് ഈ നാട്ടുകാരുടെ ഒരു തീരാദുരിതമാണ്. കാരണം കണ്ടത്തിൽ വെള്ളം കയറ്റുമ്പോൾ എന്ത് പറഞ്ഞാലും കുറേയൊക്കെ നമുക്ക് നഷ്ടമുണ്ടാവും. പക്ഷേ ഇത്തവണത്തെ നഷ്ടം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ ഞാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.